ഹലോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് അറിയാമോ? ആഥൻസിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെയുള്ള സൈലോ കാസ്ട്രോ എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജാണിത്. ചെറിയ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കുറേ കെട്ടിടങ്ങളും അങ്ങനെ ഒരുപാട് തിരക്കൊന്നുള്ള സ്ഥലമല്ല. പഴയ കുറേ കെട്ടിടങ്ങൾ രണ്ട് സൈഡിലുണ്ട്, നടുക്കൂടെ ഒരു റോഡ്. കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് പോകാൻ പോവുകയാണ്. വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഓക്കെ, ആ കെട്ടിടം കാണിച്ചു. അത് പുതിയ കെട്ടിടമാണ്. ആ കാണുന്നത് സംഭവം ആരുടെ വീടാണോ? അത് മാത്രമേ പുതിയ കെട്ടിടമുള്ളൂ. അതിൻ്റെ തൊട്ട് പുറകിലുള്ള വീടാണ് ഇത്. ഇത് നോക്കിയത് പഴയത്. ഓക്കെ, ബാ നോക്കാം. ഓക്കെ, ഞാനിത് പറയാൻ പോകും. ഈ ഷോപ്പ് നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ കടയുടെ പേര് കപ്റ്റിക്കോ. മേപ്പനായിയോ. നമുക്ക് ഗ്രീക്കിലൊക്കെ പോണം. ഇങ്ങെടുക്ക്. നല്ല ഭംഗിയുള്ള പഴയ വില്ലേജാണ്. വില്ലേജ് ടൗണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ വില്ലേജിനെക്കാട്ടിയും കുറച്ചുകൂടെ ഉണ്ടെന്നാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചില വണ്ടികളിൽ മാത്രമേ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി വെക്കത്തുള്ളൂ അവർ. ബാക്കിയുള്ളതെല്ലാം ഗ്രീക്കാണ്. അതുകാരണം നമുക്ക് വായിക്കാൻ പറ്റത്തില്ല എന്തുവാണ് സംഭവം എന്നുള്ളത്. സാധാരണ നമ്മൾ ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കല്ലേ. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മളുടെ ഹോട്ടൽ ഇതിന് തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ടൗണിലൂടെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് വന്നതാണേ. തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. അതിൻ്റെ തൊട്ട് ആ ബീച്ചിൻ്റെ അപ്പുറ സൈഡിൽ നോക്കിയാലും മുഴുവൻ മൗണ്ടൻസ് ആണ്. ഹലോ. അതെന്താണ് മൂക്കിൽ മൂക്കുത്തിയോ? ഇതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. കൊച്ചു ടൗണാണ്. വില്ലേജ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് അല്ല, ടൗൺ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു ടൗണും അല്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല, വീടും കടയും കൂടെ ഉള്ള സംഭവം ആണ്. വീട്, അതിൻ്റെ ഉള്ളിലൊരു കട, താഴത്തെ ഫ്ലോറിലൊരു കട, അതിൻ്റെ ഉള്ളിൽ നാരങ്ങയുടെ ബസ് കണ്ടോ? ആദ്യമായിട്ടല്ല, നമ്മൾ പിന്നെ മുമ്പ് 1-2 ബസ് മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ബസ്സല്ലേ. ഇവിടെ അങ്ങനെ ബസ് കാണാൻ പറ്റത്തില്ല. അടുത്ത ബസ്, ഒരു ബസ് കഴിഞ്ഞപ്പോൾ അടുത്ത ബസ് വന്നു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലാണേ.
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോവാം. എന്താ ആ കടലിൻ്റെ അപ്പുറത്തും മലയാടി. സ്ട്രീറ്റിൻ്റെ അങ്ങറ്റം നോക്കിയാൽ കാണാം, അവിടെ ചെറിയ മൗണ്ടൻസ് ആണ്. നമ്മൾ ആ മൗണ്ടൻ്റെ മുകളിലുള്ള ഒരു വില്ലേജിൽ രാവിലെ പോയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. Tattoo? Yeah, if I just wet this and then print it on my face. Oh yeah. Flower ഓ, ഇത് ഈ വീട് നോക്കിയാൽ നല്ല രസമുണ്ട്. വീട് വളഞ്ഞ തരത്തിലുള്ള ഓടാണ് ഇതിൻ്റെ മീൻസ് റൂഫ് പാകിയിരിക്കുന്നത്. അത് വേറൊരു ടൈപ്പ് വീട് നോക്കിയേ. അത് ആ കാണുന്ന വീട് ഈ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ കുറേ ഫ്ലവേഴ്സും ഇങ്ങനെ ഈ ചെറിയ കുഞ്ഞു ചെടികൾ, നല്ല പൂക്കളുള്ള ചെടികൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. ഇത് അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് വീടാണത്. ഇത് വേറൊരു ടൈപ്പ് വീട്. ഇതാന്ന് തോന്നുന്നു ഇവിടുത്തെ ട്രഡീഷണൽ കൈൻഡ് ഓഫ് വീട്. പിന്നെ ഫുട്പാത്തൊക്കെ നല്ലോണം ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, ടൈൽസൊക്കെ പാകിയിട്ടിട്ടുണ്ട്. പക്ഷെ ഒത്തിരി പഴയ ടൗണാണ് കേട്ടോ. അങ്ങനെ ആ കെട്ടിടങ്ങളൊക്കെ പഴയതാണ്. ഇത് ഇതെന്താണിത്? സ്റ്റേപ്ലറോ? സ്റ്റേപ്ലർ അടിച്ച് ചെയ്യാണ്. ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. ഓക്കെ, ഇത് മറ്റൊരു പഴയ കെട്ടിടം. ഇതൊക്കെ ഒരു ഡെഫിനറ്റ്ലി ഒരു 80s മുമ്പുള്ള കെട്ടിടങ്ങളാണെന്നുള്ള ഉറപ്പാണ്. 80s 70s ആ സമയത്തൊക്കെ ഉള്ള കെട്ടിടമാണ് ഇത്. തൊട്ടിപ്പുറത്ത് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കല്ല് വെച്ചിട്ടൊക്കെ വീടുണ്ടാക്കത്തില്ലേ, അതുപോലത്തെ കല്ലാണത്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കണമെന്ന് അറിയാല്ലേ. എന്തായിരിക്കും സംഭവിക്കുന്നത്? ടൗണിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പറയുന്നില്ല എന്താന്ന്. ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട് കേട്ടോ. നാരങ്ങയാണിത്. നാരങ്ങ കായ്ച്ചു മറിഞ്ഞ് കിടക്കുന്നുണ്ടോ? നാരങ്ങ ബൈക്ക് ഓടിച്ച് വരുന്നുണ്ട്. ഓരോ വീടുകളും ഓരോ ടൈപ്പാണ് ഇവിടെ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ, നമ്മുടെ നാട്ടിലും ഇവിടെയുള്ള വീടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് വേറെ കാര്യം. ഇവിടുത്തെ ഇഷ്ടികയും മെറ്റീരിയലൊക്കെ എന്തോ വേറൊരു പ്രത്യേകത, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസൊക്കെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വീടുകളില്ലല്ലോ. ഇത് ഓറഞ്ചാന്ന് എനിക്ക് തോന്നുന്നു. ഓറഞ്ച് അല്ലേ? ആ, നമ്മളിവിടെ കുറേ പേരെ ഇങ്ങനെ ഹായ് കാണിച്ചേ, കൈ ഉയർത്തിയിട്ട്. പക്ഷെ ഒരു മനുഷ്യരെ പോലും തിരിച്ച് ഹലോ എന്ന് പറയുന്നില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത ആയിരിക്കും ചിലപ്പോൾ. ഇത് നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ടാണോ, ടൂറിസ്റ്റുകളെ അവരെ എൻകറേജ് ചെയ്യത്തതാണോ എന്താണെന്നറിയില്ല സംഭവം. അല്ല, ഞാൻ നോക്കിയിട്ട് നമ്മളിപ്പോൾ കൈ കാണിച്ചിട്ട് ആരും കൈ തിരിച്ച് കാണിച്ചില്ല. ഇപ്പോൾ ഇവരെ കൈ കാണിച്ചു നോക്കാം. അവർ ഹായ് പറയുന്നറിയാലോ. ഇവർ ഹായ് പറയുന്നറിയാലോ. ഹലോ. അവർ പറഞ്ഞു ഹായ്. അവരാദ്യമായിട്ട് ഹായ് പറഞ്ഞു, ബാക്കിയുള്ളവരാരും പറഞ്ഞില്ല.
പക്ഷെ ബാക്കിയുള്ള നമ്മൾ കാണിച്ചെല്ലാം ഈ അപ്പൂപ്പന്മാരെ അമ്മമാരെയാണേ. അവര് ഇത് ഇവർക്കെന്താ ഭ്രാന്താണോ, അതായിരിക്കും അവർ കാണിക്കാത്തത്. ഇവിടെ ഈ പുട്ടിന് പീരിയിടുന്ന കണക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല പുതിയ ബിൽഡിങ്ങുകളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുതിയ ബിൽഡിങ്ങുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പഴയ ഒരുപാട് പഴയ ബിൽഡിങ്സും ഉണ്ട്. ഈ സൈഡ് വരെ ഹലോ എനിക്ക് കാണിച്ചില്ല, അതാ പറഞ്ഞു. അത് അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ ഒരു സംശയ ദൃഷ്ടിയോടെയാണ് നമ്മളെ നോക്കുന്നവർ. ഇവരെന്തിനാ നമ്മളെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ അല്ലേ? അത് നമ്മൾ ഇത്രയും രാജ്യത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ടും നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. ചിലപ്പോൾ തെറിയായിരിക്കും ഹലോ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇത്രയും നേരം ആൾക്കാർ തെറി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഇവിടെ എങ്ങും ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, കണ്ടോ? ഇതെല്ലാം ഇത് ഇംഗ്ലീഷാണോ? അല്ല, അതും ഇംഗ്ലീഷ് അല്ല. സോ ഇതാണ് സൈലോ കാസ്ട്രോ എന്ന് പറയുന്ന ടൗൺ ആണിത്. ആഥൻസിൽ നിന്ന് എത്ര കിലോമീറ്റർ ആണ്? 150 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ആഥൻസ്. ഈ ഓറഞ്ച് കണ്ടോ? ഓറഞ്ച് ഇങ്ങനെ കായ്ച്ച് കിടക്കുവാണ്, കണ്ടോ? ഇംഗ്ലീഷ് വെസ്റ്റേൺ യൂണിയൻ മൂവിങ് മണി ഫോർ ബെറ്റർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നുണ്ടോ? വേറെ എങ്ങുമില്ല ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ഷവർമ. ഇവിടെ എത്തിയതേ ഉള്ളൂ നമ്മള്. മറ്റേ കാറ് വർക്ക്ഷോപ്പൊക്കെ കണ്ടില്ലേ? എന്താണ്, പാറയാണോ? ആർക്കാണ് അറിഞ്ഞില്ലാത്തത്? പോപ്പിക്കുട എന്നൊക്കെ പറയുന്നതാണ്. പോപ്പിപ്പൂവ്. അടുത്ത സ്ട്രീറ്റ് ഇതുപോലത്തെ തന്നെ സ്ട്രീറ്റൊക്കെ ഇല്ല. ചെറുപ്പക്കാർ, കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൈയൊക്കെ കാണിച്ചാൽ അവർ തിരിച്ച് റിപ്ലൈ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പ്രായമായവരുടെ അടുത്ത് നമ്മൾ ഹലോ ഒക്കെ പറഞ്ഞാൽ അവർ എന്താണ് എന്നുള്ള രീതിയിൽ പോവുകയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല നമുക്ക്. ഒരു ജംഗ്ഷൻ എത്തി. ജംഗ്ഷൻ coffee and snacks. നീയാണോ ഗൈഡ്? ആണോ? ഗൈഡാണോ? ഗൈഡ്.
pet shop. ഓ പെറ്റ് ഷോപ്പ്. A pet shop where no one has any pets and it pretty much looks closed. But you know, if you suddenly decide to adopt a stray cat or dog, that's where you go. വീടിൻ്റെ ഉള്ളിലല്ലേ, ഗേറ്റിൻ്റെ ഉള്ളിൽ ഓറഞ്ച് നട്ട് വളർത്തിയിരിക്കുന്നവർ. ഓറഞ്ച് വണ്ടികൾ കണ്ടോ, പഴയത് ഇടിച്ച് പൊളിച്ചൊക്കെ ഇട്ടേക്കുന്നു വണ്ടി. നമ്മുടെ നാട്ടിൽ മീൻ കൊണ്ടുപോകണ വണ്ടി, പണ്ടൊക്കെ മീനൊക്കെ കൊണ്ടുപോകില്ലേ. അടുത്ത ഇടിച്ച് പൊളിച്ച വണ്ടി. എല്ലാം പഴയ വണ്ടികളാണല്ലോ ഇവിടെ. അങ്ങോട്ട് പോവാം, അങ്ങോട്ട് അവിടെ ജംഗ്ഷനിൽ പോയിട്ട് വരാം. ഓ ആ. സോ അതെങ്ങനെ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ, ബീച്ച്, മറീന, തിയേറ്റർ, അധീന, സെൻറ്റർ, ടൗൺ. ഇത്രയും സംഭവം ഉണ്ട് അങ്ങോട്ട്. എങ്ങോട്ട്? നമുക്ക് അങ്ങോട്ട് പോവാം. വരെ കണ്ടോ റോഡ് പണി. ഇനി നമുക്ക് പതുക്കെ ബീച്ച് സൈഡിലോട്ട് പോവാം. ഇതിൻ്റെ തൊട്ടടുത്താണ് ബീച്ച്. ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ കുറിച്ച് നോക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല. ടൂറിസ്റ്റുകൾ ആ രീതിയിലാണ്. ഇവിടെ ആൾക്കാർ ഇതാര് ഇവരെ കണ്ടിട്ടില്ലല്ലോ ഇതിന് മുമ്പ്, എന്താ പരിപാടി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉള്ള ആൾക്കാർ നോക്കുന്നത്. ഇതിലെ കൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നറിയാമോ, പണ്ട് വിശാഖപട്ടണത്തുണ്ടായിരുന്നപ്പോഴേ ശ്രീഹരിപുരമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ ഒക്കെ സ്ട്രീറ്റുകളാണ് ഇങ്ങനെ. ആ ബീച്ച് സൈഡിലോട്ട് പോകുമ്പോ ഓക്കെ. ഓ ഇതാണ് സൈലക് കാസ്ട്രയുടെ ബീച്ച് ഏരിയ. ഓ അവിടുത്തെ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. ആ ആ വേണ്ട. അപ്പം നമ്മൾ സീ സൈഡിലെത്തി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വാട്ടർ ഞാൻ കാണിച്ചു തരാം, രണ്ടാമത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോ ഇപ്പോൾ 18 minutes ആയില്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വാട്ടർ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ശരി.